സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. ബഹുജന സമ്പർക്കം അത് ഏത് സർക്കാർ ചെയ്താലും നല്ലതാണ്. കാരണം അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല, അത് സർക്കാരുകൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കാരണം ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സർക്കാരിനേക്കാൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സർക്കാരിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരു തെറ്റൊന്നുമല്ല, അത് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ അതിലേക്ക് നയിക്കുന്ന പശ്ചാത്തലം, അതോടൊപ്പം സർക്കാർ അവലംബിക്കുന്ന രീതി, അത് രണ്ടുമാണ് പ്രധാനം. വല്ലാണ്ട് അലുമ്പാക്കരുത്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 20 മണിക്കൂർ അല്ലെങ്കിൽ 21, 22 ഒക്കെ ചില ദിവസങ്ങളിൽ പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. 23, 24 ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? സാറേ, അപ്പൊ ദിവസം തീരും, 2 മണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ. ആത്മാർത്ഥത കൂടി 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 സാറിനെ ഉമ്മൻചാണ്ടി ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഉമ്മൻചാണ്ടി 20 മണിക്കൂർ വരെ ഒറ്റ നിൽപ്പ് നിന്ന് ജനങ്ങളെ കണ്ട ജനസമ്പർക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിലുള്ള യഥാർത്ഥ ഇടപെടൽ. 100% ഞാൻ യോജിക്കുന്നു. അതിന് എത്ര പണം പിരിച്ചു എന്ന് ആ ചോദ്യം ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എത്ര പണം പിരിച്ചു? എത്ര പണം പിരിച്ചു? സർക്കാർ ചെലവാണ്. ഒരു മിനിറ്റ് എന്ത് പതപ്പിക്കല്ലേ, നാറ്റിക്കല്ലേ. ഇവിടെ സാറേ, അവിടെ ഇതുപോലെയുള്ള സ്പോൺസർ ആരെന്ന് വെളിപ്പെടുത്താത്ത, രസീതില്ലാത്ത ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞു. സ്പോൺസർഷിപ്പിന് രസീത് നിങ്ങൾ പരസ്യം വാങ്ങുമ്പോൾ രസീതാണോ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് സാർ അത് കൊള്ളാലോ. റിപ്പോർട്ടർ ചാനലില് പിന്നെ രസീത് കൊടുത്തിട്ടാണോ പരസ്യം ഇരിക്കുന്നത്? സാർ അതിന് കൃത്യമായ സ്പോൺസർഷിപ്പ് അക്കൗണ്ടിംഗ് ആദ്യം നീ ഒന്നാമത് നോക്ക്, എന്നിട്ട് സ്വയം നന്നാക്കിയാ മതി. എങ്ങനെ അക്കൗണ്ടിംഗ് അക്കൗണ്ടിംഗ് ഇത് അക്കൗണ്ടിംഗ് ഉണ്ടല്ലോ. ഡോക്യുമെന്റ് എന്താ ഉള്ളത്? എന്തോ ഇത് ഒരു നീണ്ട ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത് നവകേരള സദസ്സിന്റെ പേരിൽ യാതൊരു വിധമായ പണപ്പിരിവും പാടില്ല. കേട്ട് ഞാൻ മടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് കൂപ്പണുകൾ അച്ചടിക്കാൻ പാടില്ല. ജില്ലാ ഭരണകൂടങ്ങൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തിയും പരസ്യത്തിലൂടെയും പണം സമാഹരിക്കാവുന്നതാണ്. സ്പോൺസറെ കണ്ടെത്തുന്നതിന് പരസ്യം പിടിക്കുന്നതിന് കണക്കുണ്ടാവില്ല എന്നാണോ സൂചിയ വിചാരിച്ചത്? ഇത് നരേന്ദ്രമോദി അല്ല, ഇത് ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയുന്നത്. അതെ ശരി, നരേന്ദ്രമോദി ആണെങ്കിൽ കൃത്യമായ കണക്കുണ്ട്. ആയതുകൊണ്ടാണ് ഈ സംശയം. CAG-യുടെ പ്രവർത്തനം ആരോപിച്ചു വെച്ചിരിക്കുകയാണ്. സാറേ, ഞാൻ പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കേന്ദ്രത്തിലേക്ക് പോവാം സാർ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ തന്നെ കൊണ്ടുപോകാം. ഞാൻ ചോദ്യം ചെയ്തിട്ടുമില്ല, തടസ്സപ്പെടുത്തിയിട്ടുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഉമ്മൻചാണ്ടി വില്ലേജ് ഓഫീസറുടെ പണിയല്ലേ ഈ ജനസമ്പർക്കം എന്നന്ന് ചോദിച്ചതാണ്. ഈ പറയുന്ന CPIM തന്നെ. എപ്പോ ചോദിച്ചു? ഏത് അടിസ്ഥാനത്തിൽ ചോദിച്ചു? നീ എന്താണ് അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കണേ? അവിടെ ഇവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ, എങ്ങനെ പറയാതിരിക്കും? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ടാവും. സാറേ, നാട്ടിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമപ്രവർത്തകരുടെ പണി. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അതെ, ഉയർത്തണം, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തും. കാരണം തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടണം, അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. ഉമ്മൻചാണ്ടി ചെയ്തത് വില്ലേജ് ഓഫീസറുടെ പണിയല്ലേ എന്ന് ചോദിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് 4 മാസം കഴിഞ്ഞാൽ. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1 നിന്ന് 2, 3 എങ്കിലും ആക്കണമെങ്കിൽ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നേ പറ്റുള്ളൂ. എന്തോ ആളാക്കിയതാണല്ലേ? ചിലപ്പോ പൂജ്യമാകും. കനൽ 1, 2, 3 അല്ല സാറേ, പൂജ്യം കിട്ടിയവരെന്ത് ചെയ്യുന്നത്? സാറേ, പൂജ്യം കിട്ടിയവരെ കുറിച്ചല്ലോ, എത്ര മൾട്ടിപ്ലൈ ചെയ്താലും പൂജ്യം തന്നെയാ. അതെ സാർ, ബംഗാളിൽ 2021 ബംഗാളിൽ സംപൂജ്യരായത് ആരാണ്? ബംഗാളിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്, CPM ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇല്ലാത്ത അല്ല സാർ, 35 വർഷം ഭരിച്ച CPM സംപൂജ്യരായത് 2021 കണ്ടു. ഒരു സർക്കാർ മറ്റൊരു ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത. അതിനായി സർക്കാർ സംവിധാനത്തെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോ. മുതലാളിമാർ, സാറ് നേരത്തെ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പിലൂടെയാണ് സാറേ പണം കണ്ടെത്തുന്നത്. മുതലാളിമാർ സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയായി ഈ ജനസമ്പർക്കം മാറാൻ പോവുകയാണ്. അവിടെയാണ് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള, സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്. നല്ല ടൈം കോടീശ്വര വാഴ്ക്ക അവൾക്ക് ഇപ്പൊ கிடைച്ചു. കരിമണൽ മാഫിയ അടക്കമുള്ള ആളുകളിൽ നിന്ന് വരെ പണം പിരിക്കില്ലേ? കാരണം നൽകാത്ത സേവനത്തിന് വരെ പണം വാങ്ങുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ. 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ,
ഇതിലൊരു കള്ളത്തല്ല. ഡയറി കുറിപ്പുകളിൽ എഴുതി വെച്ചിരുന്ന ചുരുക്കപ്പേരുകളിലേക്കൊക്കെ എങ്ങനെയാണ് പണം ചെന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ പിന്നീട് ഉയരാതിരിക്കണമെങ്കിൽ കൃത്യമായ ഒരു അക്കൗണ്ടിങ്ങിലൂടെ വേണം ഈ തുകകൾ എത്താൻ. മനസ്സിലിരിക്കുള്ളൂ. അതിന് രസീത് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? രസീതുകൾ ഉണ്ടായിരുന്നില്ല, പാർട്ടിക്ക് സംഭാവന വാങ്ങിയതാണ് എന്നൊക്കെയല്ലേ ചുരുക്കപ്പേരിൽ ആ ഡയറി കുറിപ്പിൽ പേരുണ്ടായിരുന്ന ചില നേതാക്കളൊക്കെ വിശദീകരിച്ചത്. സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് സുതാര്യമായിരിക്കണം. ജനങ്ങളുമായുള്ള അകലം കുറയ്ക്കാൻ, എന്തെങ്കിലും അതാര്യമായി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, ഒന്നും ചെയ്യണ്ട, നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലുണ്ടെന്ന് ആലോചിക്കാം. എല്ലാ തരത്തിലുമുള്ള സംശയങ്ങൾ നീക്കാൻ അങ്ങനെ വളരെ സുതാര്യമായ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു യാത്രയിൽ ഈ പണപ്പിരിവിൽ തന്നെ ആ സുതാര്യത നഷ്ടപ്പെടുകയാണ്. ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, 5000 പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. അപ്പോൾ അതിനാവശ്യമായ ക്രമീകരണം വേണ്ടേ? അതിനാവശ്യമായ പണം അവിടെ ഉറപ്പാക്കുക. എല്ലാ കുഴപ്പവും ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കൊരു തുള്ളി ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഓരോ മണ്ഡലത്തിലും ഈ 5000 പേരെ ഉറപ്പാക്കുന്ന തരത്തിലാണ് പോകുന്നതെങ്കിൽ അതിനാവശ്യമായ പണം പിരിക്കുന്നതിന് കൃത്യമായ ഒരു സംവിധാനം സ്ഥലം വിടുന്ന ബുദ്ധി മച്ചാട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും തകർത്താൻ ചാടി. അല്ലാതെ ഓരോ ഇടങ്ങളിലെയും ഓരോ ജില്ലകളിലെയും ഈ മുതലാളിമാർ കൊണ്ടുതരുന്ന പണം വെച്ച് പ്രമുഖരെ കാണുന്നുണ്ട്. അപ്പൊ പ്രമുഖരിൽ ഈ സ്പോൺസർമാരായ മുതലാളിമാരാണോ വരുന്നത്? ടെൻഷനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കേണ്ട. ആ സ്പോൺസർമാരായ മുതലാളിമാരെ കാണാനാണോ ഈ സമ്പർക്കം? അങ്ങനെയാണെങ്കിൽ അവരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചാൽ പോരെ? 250 പേരല്ലേ ഉള്ളൂ. നമ്മൾ കേട്ടതിൽ എന്തോ കുഴപ്പമുണ്ട്. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കാം. ഈ രാജ്യത്തെ ഏതൊരു പൗരനും ലിസ്റ്റ് കൊടുക്കാനും കത്തയക്കാനും ഗവർണറോട് ചാൻസലറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. എനിക്കും നിങ്ങൾക്കും താങ്കൾക്കും എല്ലാം ഉള്ള അവകാശം എന്താ ബി ജെ പിക്കാർക്കില്ലേ? ലോകത്താരും ചെയ്യാത്ത കാര്യമാണോ ഞങ്ങൾ ചെയ്തത്? അല്ലെങ്കിൽ ബി ജെ പി ഓഫീസിൽ നിന്ന് ഒരു ലിസ്റ്റ് അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. ഇത്ര ആൾക്കാരെ ലിസ്റ്റ് കൊടുക്കാൻ ബിജെപിയാണ് തന്നെന്ന് പറ. അല്ല, അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കെ സംഘപരിവാറിന്റെ മഹാരാജി ഭവനിൽ നിന്ന് കൊണ്ടുവന്ന് പറ. ഹിറ്റ്ലർ ഇയാള് ചർച്ച അലമ്പാക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്കും ഈ പണി പറ്റും കേട്ടോ. ആയിക്കോട്ടെ, നിങ്ങൾ ഒരുമാതിരി കിന്നാരവും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളെ ചാനൽ ചാവേറുകളെന്ന് വിളിച്ചപ്പോ ഞങ്ങൾ നിശബ്ദത പാലിച്ചത് ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാ? ഏത് കോലത്തും കാണുമല്ലോ ഒരു മന്ദബുദ്ധി. ചാനൽ ചാവേറുകളെന്ന് വിളിച്ചപ്പോ ഞങ്ങൾ മിണ്ടാതിരുന്നത് തിരിച്ചങ്ങ് പറയാൻ അറിയാഞ്ഞിട്ടല്ല. രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരാ ചാനൽ ചാവേറുകൾ എന്ന് പറയാൻ? നിങ്ങൾ നിങ്ങളുടെ സമയത്ത് സംസാരിക്കും. ഹസൻകുട്ടിയല്ലേ, ക്ഷമിച്ചുകളാ, താങ്കൾ പറഞ്ഞോളൂ. എന്തോ എങ്ങനെ നിങ്ങൾ അങ്ങനെയൊന്നും ചർച്ചയിലേക്ക് കൈകാര്യം ചെയ്യല്ലേ. ഒപ്പം അരീക്ഷണി എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. ബഹുമാനനായിട്ടുള്ള അവതാരകൻ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൽ ഒരു സംഘടനയുടെ ഭാരവാഹി ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ചർച്ചയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകാം. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹികളായി ഞങ്ങൾ അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെ പറ, അങ്ങനെയാണ് പറയേണ്ടത്. കളരിപ്പറമ്പിൽ തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. കുട്ടിയല്ലേ എന്നല്ല, കുട്ടിയല്ലേ എന്നല്ല, അങ്ങനെയല്ല കൈകാര്യം ചെയ്യണം, അങ്ങനെ പരിഹസിക്കും. മര്യാദക്ക് പോയില്ലടാ. ഞാൻ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹികൾ കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോൾ അദ്ദേഹം ചാനൽ ചാവേറുകൾ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.